നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. ഇതിൻ്റെ ആദ്യഘട്ട എന്ന നിലയിൽ നമ്മൾ കളക്ട് ചെയ്ത കിഴങ്ങ് വർഗ്ഗത്തിൻ്റെ തോലുകൾ ചെത്തി വൃത്തിയാക്കുക എന്നതാണ്. കഴുകിയെടുത്തതിന് ശേഷം അടുത്തതായി ഇവ വേകുന്നതിൻ്റെ പാകത്തിന് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ പ്രധാനമായിട്ടും ചേനയും ചേമ്പും വിളഞ്ഞ പരുവത്തിലുള്ള അധികം പഴുക്കാത്തതുമായിട്ടുള്ള ഏത്തക്കായുമാണ് പുഴുക്കുണ്ടാക്കുന്നതിനായി എടുത്തിരിക്കുന്നത്. ഇനി ഇത് പാകം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പെടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ്, അഥവാ പരലുപ്പാണ് എടുത്തിരിക്കുന്നത്. ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് വർഗ്ഗങ്ങൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച പാത്രത്തിലേക്ക് പകരുക. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേനയ്ക്ക് ചേമ്പിനെ അപേക്ഷിച്ച് വേവ് കുറവായതിനാൽ പരമാവധി ചേമ്പ് തന്നെ അടിയിൽ നിരത്താൻ ശ്രമിക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ ഒരു 2 മുതൽ 3 വിസിൽ എന്ന പാകത്തിൽ കുക്ക് ചെയ്തെടുക്കാം. കാന്താരിമുളക്, ചെറുള്ളി, വാളൻപുളി, ഉപ്പ് എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. അവ അരച്ചെടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേക്കാം. ഇനി അവയെല്ലാം ജാറിലിട്ട് പാകത്തിനൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കാന്താരി ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം ഫൈനൽ ടച്ചപ്പ് എന്ന നിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതൊന്ന് കുഴച്ചെടുക്കണം. എരിവ് ഒരുപാടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിനും കാന്താരി മുളകിൻ്റെ ക്രാണൻ ഒരു പരിധിവരെ ഒന്ന് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ പുഴുക്ക് ഏകദേശം നല്ല രീതിയിൽ വെന്തുടഞ്ഞ് തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു വാഴയിലേക്ക് സെർവ് ചെയ്യുന്ന രീതിയിലേക്ക് പകർന്നു വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ട്രൈ അടിക്കാൻ പറ്റിയ ഒരു സ്പൈസി കോംബോ തന്നെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ അടിക്കുക. അങ്ങനെ നമ്മുടെ പുഴുക്കും കാന്താരി മുളക് ചമ്മന്തിയും തയ്യാറായിരിക്കുകയാണ്.